ആരാധന യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ദൈവമായ കർത്താവിനെ സ്തുതിയും ആരാധനയും മഹത്വവും രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും നിറയാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്. കോട്ടയത്ത് നിന്നാണ് വചന ശുശ്രൂഷ ചെയ്യുന്നത്. അറൗണ്ട് 8 വർഷമായി ഓൺലൈൻ ശുശ്രൂഷയിലുണ്ട്. ആ 8 വർഷത്തിനിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് ചൊരിഞ്ഞതായിട്ട് ഒരു 10,000-കണക്കിന് സാക്ഷ്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ എല്ലാ മക്കളിലും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി സമാധാന സന്തോഷവും ദൈവാനുഗ്രഹവും ലഭിക്കുവാനുള്ള 5 പ്രാർത്ഥനകളും 5 വചനവുമാണ് ബ്രദർ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തോടുകൂടി അത് ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 3 മാസത്തേക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ദൈവത്തെ വലിയൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെങ്കിൽ ഈ സന്ദേശം ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ദൈവമക്കളും ഒന്ന് കേൾക്കുവാനുള്ള മനസ്സ് ഉണ്ടാകുക. തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുമ്പോൾ മാത്രമാണ് അത് അനുഗ്രഹമായിട്ട് വരിക. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക, ദൈവകൽപ്പനകൾ പാലിക്കുക, ദൈവവചനം നമ്മൾ അംഗീകരിക്കുക, അത് വിശ്വസിക്കുക. ഈ 3 കാര്യം നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ദൈവവചനത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. എൻ്റെ ജീവിതം വചനം തന്നെയാണ് മാറ്റിമറിച്ചത്. ദൈവവചനമാണ് ഞാൻ ഈ ഒരു ലെവലിലേക്കും പ്രാർത്ഥനാ രീതിയിലേക്കും വിശ്വാസത്തിലേക്കും വരുവാനുള്ള ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ അഭിഷിക്തന്മാരുടെ പ്രാർത്ഥനകൾക്ക് നമ്മൾ വില കൽപ്പിക്കുക. അഭിഷേകമുള്ള ദൈവാത്മാവ് നിറഞ്ഞ ദൈവപുരുഷൻ അല്ലെങ്കിൽ ദൈവ കൃപ നിറഞ്ഞവർ പറയുന്ന വാക്കുകൾ നമ്മൾ അനുസരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ചും 5 കാര്യങ്ങൾ, 5 വചനവും 5 പ്രാർത്ഥനാ രീതിയുമാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ പരിശുദ്ധ അമ്മ മാതാവിനോട് നന്ദി പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേൻ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവായ ദൈവമേ അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബത്തെ, കുഞ്ഞുമക്കളെ, അവരുടെ ജോലി മേഖലയെ, സാമ്പത്തിക മേഖലയെ, അവർ ചെയ്യുന്ന മേഖലയൊക്കെ അനുഗ്രഹിച്ച് ദൈവാനുഗ്രഹത്തിൽ, ദൈവകൃപയിൽ ഈ മക്കളെല്ലാവരെയും നയിപ്പിക്കണമേ എന്ന് പരിശുദ്ധാത്മാവെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ മനസ്സിലെ ഭാരങ്ങളും അസ്വസ്ഥതകളും നിരാശകളും